Hello guys, welcome back to my YouTube channel. Episode 4 of Unhealthy Relationship. ഒരു പെൺകുട്ടിയോട് ഒരു ദിവസം ഒരാൾ ചോദിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? അപ്പോൾ ആള് കുറച്ച് സൈലന്റ് ആയി. കാരണം ഓക്കൊരു ഇഷ്ടം ഇല്ലാത്തോണ്ടോ അല്ലെങ്കിൽ ഓക്ക് ഉത്തരം അറിയാത്തോണ്ടോ അല്ല. ഓളെ ഇഷ്ടങ്ങൾ മറന്നു പോയോണ്ടാണ്. ഓളുടെ ഇഷ്ടങ്ങള്, ഓളെ സ്വപ്നങ്ങള്, ഓളെ ആഗ്രഹങ്ങള് ഇതെല്ലാം എവിടെയോ വെച്ച് നഷ്ടമായി പോയി. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പെൺകുട്ടിക്ക് സ്വന്തം ഇഷ്ടങ്ങള്, സ്വന്തം ഐഡന്റിറ്റി നഷ്ടപ്പെടുന്ന നിമിഷങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഒരു പേരോ ഒരു ബന്ധമോ ഒന്നുമല്ല. അതേപോലെ ഒരാളുടെ ഭാര്യ, ഒരാളുടെ അമ്മ, ഒരാളുടെ മകള് ഇതുമല്ല. ഞാൻ ആരാന്ന്, അനക്ക് എന്താണ് ഇഷ്ടം, എന്റെ സ്വപ്നങ്ങൾ എന്താ, ഇതിനെല്ലാം ഉള്ള ഒരു ഉത്തരാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഇത് എന്ന് പറഞ്ഞാല് പെട്ടെന്ന് ഒരു ദിവസം നമ്മളിന്ന് നഷ്ടപ്പെട്ട് പോകുന്നതല്ല. മെല്ലെ മെല്ലെ ആയിരിക്കും ഇത് നമ്മളിൽ നിന്ന് ഇല്ലാണ്ടാകുന്നത്. നീ അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, ഇപ്പൊ അതിനുള്ള സമയമല്ല, ആദ്യം നീ എല്ലാരെയും നോക്ക്. ഇങ്ങനെ വർഷങ്ങളോളം സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റി വെക്കുമ്പോ ജീവിതത്തിൽ ഒരു ദിവസം നമ്മൾ തന്നെ നമ്മളുടെ ഒരു കാണിയായിട്ട് മാറും. സാധാരണ പുറത്തുനിന്ന് ഒരാൾ എങ്ങനെയാ കാണുന്നത് അതേപോലെ നമ്മളെ കാണിയായിട്ട് മാറും. ഈ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലോ അല്ലെങ്കിൽ കുടുംബത്തിനെ നോക്കുന്നതിലോ ഒന്നും തെറ്റില്ല. പക്ഷെ ഇതിന്റെ ഇടയിൽ നമ്മൾ നമ്മളെ തന്നെ മറക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. എല്ലാവരുടെ ബർത്ത്ഡേ ഓർമ്മയുണ്ടാവും, പക്ഷെ സ്വന്തം മനസ്സിലുള്ള ആഗ്രഹങ്ങൾ, മനസ്സിലുള്ള സ്വപ്നങ്ങൾ ഇതെല്ലാം എപ്പാണ് ഓർത്തത്? അതേപോലെ എല്ലാവരുടെ ആഗ്രഹങ്ങളും നിറവേറ്റും, പക്ഷെ നമ്മളെ മനസ്സിലുള്ള ആഗ്രഹം അത് നമ്മളോട് ചോദിക്കലുണ്ടോ? അതിനൊന്നും നമുക്ക് സമയം ഉണ്ടാവില്ല. നമ്മുടെ പൈസ നഷ്ടപ്പെട്ടാൽ നമുക്കത് തിരിച്ചു പിടിക്കാം. അതേപോലെ ജോലി നഷ്ടപ്പെട്ടാൽ നമുക്ക് വേറെ ജോലി നോക്കാം. പക്ഷെ ഈ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടാല് അത് പെട്ടെന്നൊന്നും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റൂല. കാരണം എന്ന് പറയുന്നത് ആ സമയത്ത് കണ്ണാടിയിൽ കാണുന്ന മുഖം പോലും ഇത് ഞാൻ തന്നെയാണോ എന്നുള്ള ചോദ്യം ചോദിക്കും. എന്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇന്ന് ഈ അവസ്ഥയിലാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. പുസ്തകം വായിക്കുക, നിങ്ങൾ ചെയ്തുകൊണ്ടായ പഴയ ഹോബീസ് വീണ്ടും ചെയ്യാൻ തുടങ്ങുക, അതേപോലെ ഒരു പുതിയ സ്കില്ല് പഠിക്കുക, സ്വന്തം പേരിൽ ഒരു വരുമാനം ഉണ്ടാക്കാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ദിവസം 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കാൻ ശ്രമിക്കാം. ഈ ഐഡന്റിറ്റി എന്ന് പറയുന്നത് പെട്ടെന്നൊന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റൂല. പക്ഷെ ഈ ഓരോ ചെറിയ ചെറിയ ചുവടുവെപ്പ് എന്ന് പറയുന്നത് നമുക്ക് മെല്ലെ മെല്ലെ ഇതിലേക്ക് തിരിച്ചെത്താൻ പറ്റും. ഈ വീഡിയോ കാണുന്ന ഓരോ സ്ത്രീയോടും ഓരോ പെൺകുട്ടിയോടും നമുക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. നിങ്ങൾ ഒരാളുടെ അമ്മ മാത്രമല്ല, ഒരാളുടെ ഭാര്യ മാത്രമല്ല, ഒരാളുടെ മകള് മാത്രമല്ല, നിങ്ങളാണ്. ആദ്യം അതാണ് മൈൻഡിൽ വേണ്ടത്. നിങ്ങളെ സ്വപ്നങ്ങൾക്ക്, നിങ്ങളെ കഴിവുകൾക്ക്, അതേപോലെ നിങ്ങളെ ശബ്ദത്തിന് ഇതിനെല്ലാം ഒരു വാല്യൂ കൊടുക്കാം. പിന്നെ നമ്മളെ സ്വന്തം കാര്യം നോക്കുന്നത് എപ്പോഴും സെൽഫിഷ്നെസ് ആയിട്ട് മാറൂല. അത് സ്വയം ബഹുമാനിക്കുന്നതിന് തുല്യമാണ്. ഒരു പെൺകുട്ടിക്ക് സ്വന്തം ഐഡന്റിറ്റി നഷ്ടപ്പെടാന്ന് പറഞ്ഞാല് നമ്മളെ തന്നെ നഷ്ടപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഇത് ഉപകാരപ്പെടുന്ന ആൾക്കും കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലുള്ള വുമൺ എംപവറിങ്, അതേപോലെ പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസ്, പിന്നെ റിലേഷൻഷിപ്പ് അഡ്വൈസ് പോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.